2020 നമുക്കറിയാം പത്തനംതിട്ടയിൽ 5 മണ്ഡലങ്ങളും LDF-നൊപ്പം പോവുകയായിരുന്നു. അങ്ങനെ വീണ ജോർജ് 2016 നേടിയ വിജയത്തെക്കാൾ വലിയ ഭൂരിപക്ഷം 2021 നടന്ന 19,000 പരം വോട്ടിന് ഭൂരിപക്ഷമാണ് ലഭിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഈ മന്ത്രിസ്ഥാനത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള എപ്പോഴും വീണ ജോർജിനെ KK ശൈലജയുമായി താരതമ്യം ചെയ്യുന്ന ഒരു സാഹചര്യം. ഇതിപ്പോൾ അവിടേക്ക് ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള അതാണല്ലോ വീണ ജോർജിന് വലിയ ഭൂരിപക്ഷം നേടിക്കൊടുത്തത്. പക്ഷേ അതിലപ്പുറം ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായി തന്നെ വരുന്ന അബിൻ വർക്കി വരുന്നു. അവിടെ ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് വീണ ജോർജിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് UDF പ്രചാരണ വിഷയമാക്കിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രചാരണ വിഷയമായി മണ്ഡലങ്ങളിലെ ഹോർഡിങ്ങുകൾ മുഴുവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ആരോഗ്യവകുപ്പിൽ നിന്നും പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിട്ട ആളുകളെ അവിടെ കൊണ്ടുവന്ന് അവരവിടെ പ്രചാരണം നയിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ കത്രിക സംഭവമൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രചാര വിഷയമായിരുന്നു. അത് എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ 10 ഇടങ്ങളും UDF ആണ് വിജയിച്ചത്. ഒരിടത്താണ് LDF വിജയം എന്നുള്ളതാണ്. രണ്ടിടത്ത് NDA നേടി. ഇനി കുമ്മനം കഴിഞ്ഞ 2021 2016 വോട്ട് കുറയുകയാണ് കുമ്മനത്തിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ കുമ്മനത്തെ വീണ്ടും അവിടെ നിർത്തുമ്പോൾ ഏത് വിഷയം എന്നുള്ളത് കൂടിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള അത് ആറന്മുളയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണ്. അതൊക്കെ നോക്കുമ്പോൾ അബിൻ വർക്കിക്ക് അനുകൂലമായ കുറേ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ കുമ്മനം എത്ര വോട്ട് പിടിക്കുന്നു എന്നതും പ്രധാനമാണ്. ആ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ PR സുനിൽ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. 30 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ ഒരു ബ്ലോക്കുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിടം, പത്തനംതിട്ട ജനറൽ ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി, 2 നഴ്സിംഗ് കോളേജുകൾ, ജില്ലാ സ്റ്റേഡിയം, അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ ആറന്മുളയ്ക്ക് കിട്ടാത്തത് പലതും കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആറന്മുളയ്ക്ക് കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് അത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടോ എന്ന കാര്യം എനിക്കറിയില്ല. ആറന്മുള മണ്ഡലത്തിൽ വികസനത്തിൻ്റെ ഒരു ഭൗതികമായിട്ടുള്ള ഘടന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് UDF എടുത്തു കാട്ടുന്നത്, LDF എടുത്തു കാട്ടുന്നത്. UDF അത് തന്നെ എടുത്തു കാട്ടുന്നു. ചില പദ്ധതികൾ ഉദ്ഘാടനം പാതിവഴിയിലായ പദ്ധതികൾ തന്നെ UDF പ്രചരണ വിഷയമാക്കി മാറ്റുന്നുണ്ട്. പക്ഷേ വികസനം അവിടെ അടിസ്ഥാനമായി ചർച്ച ചെയ്യുമോ, അവിടെ സഭാ രാഷ്ട്രീയവും ഒപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതെങ്ങനെ വരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് കുമ്മനം രാജശേഖരൻ ആരുടെ സ്പോയിലർ ആവും എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കുമ്മനം രാജശേഖരൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. കുമ്മനം രാജശേഖരൻ എത്ര വോട്ട് പിടിക്കുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ആറന്മുളയിൽ വലിയ ഫാക്ടർ തന്നെയായിരിക്കും. ഏതായാലും ആറന്മുള മണ്ഡലം നമുക്കറിയാം. കടമനിട്ടയെ നിയമസഭയിൽ എത്തിച്ച ഒരു മണ്ഡലമാണ്. ഈ ആറന്മുള തന്നെ നേരത്തെ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു നായർ സമുദായത്തിൻ്റെ ഒരു പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പാർട്ടി തന്നെ മത്സരിച്ച് അവിടെ നിയമസഭയിലേക്ക് എത്തിയ ഒരു മൂവ്മെൻ്റ് നടത്തിയിട്ടുള്ളൊരു മണ്ഡലമാണ് ആറന്മുള. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഈ വികസനത്തിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാകാൻ പോകുന്നത് ഒന്ന് ഈ നായർ വോട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിരിക്കും.